നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലൈലത്തുൽ ഖദർ രാവും അവസാന വെള്ളിയും ഒരുമിച്ചെത്തിയതിന്റെ പുണ്യം നുകർന്ന് വിശ്വാസികൾ. പള്ളികൾ ഭക്തിസാന്ദ്രം. കാറടുക്ക സഹകരണ സംഘം തട്ടിപ്പ് കേസ്. സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ കൂടി അറസ്റ്റിൽ. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഭക്തിയുടെ മാത്രമല്ല കലകളുടെയും സംഗമഭൂമിയായി മധൂർ ക്ഷേത്രം. ഉത്സവത്തിന്റെ ഭാഗമായൊരുക്കിയ വിവിധ വേദികളിൽ ഇടവേളകളില്ലാതെ കലാപരിപാടികൾ. പെരുമ്പള LP സ്കൂളിൽ വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധത്തിൽ. കോസ്റ്റൽ സൈക്ലത്തോൺ തൃക്കരിപ്പൂർ മേഖലയിൽ. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ ഉജ്ജ്വല വരവേൽപ്പ്. വാർത്തകൾ വിശദമായി. ലൈലത്തുൽ ഖദർ രാവും അവസാന വെള്ളിയും ഒരുമിച്ചെത്തിയതിന്റെ പുണ്യം നുകർന്ന് വിശ്വാസികൾ. ഖുർആൻ പാരായണം ചെയ്തും പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ അവസാന വെള്ളിയെയും വിശുദ്ധ രാവിനെയും ഭക്തിസാന്ദ്രമാക്കി. അപൂർവമായി ഒന്നിക്കാറുള്ള റമദാനിലെ 27ാം രാത്രിയുടെയും അവസാന വെള്ളിയുടെയും പുണ്യം തേടി വിശ്വാസികൾ. റമദാനിലെ ഏറ്റവും വിശേഷപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ. ഒരായുഷ്കാലത്തെ പുണ്യം ഒറ്റ രാവിലൂടെ ലഭ്യമാകുന്ന അവസാന 10 രാത്രികളിൽ ഏറ്റവും പ്രതീക്ഷിക്കാവുന്നത് 27ാം രാവാണെന്നാണ് വിശ്വാസം. റമദാൻ 21 മുതൽ തന്നെ ആരാധനാലയങ്ങളിൽ പ്രത്യേക നിശാപ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 27ാം രാവിൽ പള്ളികൾ ആരാധനകളും ഖുർആൻ പാരായണം കൊണ്ടും സജീവമായിരുന്നു. പള്ളികളിലും വീടുകളിലും രാവ് പുലരുവോളം പ്രത്യേക പ്രാർത്ഥനകളുമായി വിശ്വാസികൾ പുണ്യം നിറഞ്ഞ രാവിന്റെ ഭാഗമായി. അവസാന വെള്ളിയാഴ്ചയുടെ ആത്മീയാനുഭവവും കൂടിയായതോടെ പുണ്യം പ്രതീക്ഷിക്കുന്ന വിശ്വാസികൾക്ക് ഇത് ഉറങ്ങാത്ത രാവായി മാറി. അവസാന വെള്ളിയിൽ കാസർഗോഡ് ജില്ലയിലെ പള്ളികളെല്ലാം ഭക്തിസാന്ദ്രതയാൽ നിറഞ്ഞൊഴുകി. നരകവിമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും അവസാന 10 വെള്ളിയാഴ്ച പള്ളികളിൽ ജുമുഅക്കെത്തിയവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ജുമുഅയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപേ പള്ളികളിലെത്തി ആളുകൾ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. ദൈവോപാസനയുടെ പരിസമാപ്തിയിൽ സായുജ്യ സാഫല്യമണിഞ്ഞ ഭക്തിയുടെ നിറവിലായിരുന്നു ഓരോ വിശ്വാസ മനസ്സും. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ പുണ്യം തുടർന്നുള്ള ജീവിതത്തിലും പകർത്തി മുന്നോട്ടു പോകണമെന്ന് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു. റമദാനിന് യാത്രയയപ്പ് നൽകുന്ന ഈ വേളയിൽ വിശ്വാസികളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ആശ്വാസവും ഒരുപോലെ പ്രകടമായിരുന്നു. ഒരു മാസക്കാലം പുണ്യങ്ങൾ ചെയ്യാനായതിൻ്റെ ആത്മനിർവൃതിയും ചെയ്ത കർമ്മങ്ങൾ അർഹമായ രീതിയിൽ സ്വീകരിക്കപ്പെടുവാനുള്ള പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഈ ദിനത്തിൻ്റെ പവിത്രതയെ ഹൃദയത്തിലേറ്റി. നിർബന്ധദാനത്തിനു പുറമേ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അശരണരെയും ആലംബഹീനരെയും സഹായിക്കാനും അവർക്ക് ജീവിത വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാനുമാണ് റമദാനിലെ അവസാന നാളുകളിൽ വിശ്വാസികൾ മുന്നിട്ടിറങ്ങിയത്. റമദാൻ വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ കൂടി അറസ്റ്റിൽ. ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം വിവിധയിടങ്ങളിൽ പണയം വെച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. മുഖ്യപ്രതി രതീശൻ ബാങ്ക് ലോക്കറിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇടപാടുകാർക്ക് ആശ്വാസമായി. പെരിയ പുളിക്കൽ ഹൗസിൽ എം ഷഫീഖ്, ഭാര്യ ST ഫാത്തിമത്ത് താഹിറ, പള്ളിക്കര ഹദ്ദാദ് നഗർ BM ഹൗസിൽ AM ഖദീജത്ത് ഫൗസിയ, മകൾ ആയിഷത്ത് ഫായിസ എന്നിവരെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ണൂർ യൂണിറ്റ് DYSP N സുനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. പിന്നീട് പ്രതികൾക്ക് ജാമ്യം നൽകി. കേസെടുത്തതിന് പിന്നാലെ ഈ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം അനുവദിച്ചിരുന്നില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുവാനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് പ്രതികൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. BJP നേതാവും കാഞ്ഞങ്ങാട് നഗരസഭ മുൻ കൗൺസിലറുമായ അജയകുമാർ നെല്ലിക്കാട്ടും കേസിൽ പ്രതിയാണ്. സാമ്പത്തിക തട്ടിപ്പ് പിടികൂടിയതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട സെക്രട്ടറി രതീശൻ സഹകരണ സംഘം ലോക്കറിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം വിവിധ ബാങ്കുകളിൽ പണയം വെച്ച് പൈസയെടുത്ത് നൽകിയെന്നതാണ് ഈ 5 പ്രതികളുടെ പേരിലുള്ള കുറ്റം. കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിനു ശേഷമുള്ള ആദ്യത്തെ അറസ്റ്റ് കൂടിയാണിത്. 4.76 കോടി രൂപയുടെ തട്ടിപ്പിൽ പ്രസിഡന്റ് KH സൂപ്പിയുടെ പരാതിയിൽ കഴിഞ്ഞ വർഷം മെയ് 13-നാണ് ആദൂർ പോലീസ് കേസെടുത്തത്.
സംഘം സെക്രട്ടറിയായ കർമ്മന്തോടി വാളക്കണ്ടത്തെ കെ രതീശൻ, പയ്യന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൽ ജബ്ബാർ, പറക്കളായി 7-ാം മൈലിലെ എ അബ്ദുൽ ഗഫൂർ, പള്ളിക്കര പഞ്ചായത്ത് അംഗം ബേക്കൽ ഹദ്ദാദ് നഗറിലെ കെ അഹമ്മദ് ബഷീർ, കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ എ അനിൽകുമാർ, കോഴിക്കോട് അരക്കിണർ സ്വദേശി സി നബീൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെ മുഖ്യപ്രതിയായ രതീശൻ സഹകരണ സംഘം ഓഫീസിലെത്തി ലോക്കർ തുറന്ന് തട്ടിയെടുത്ത മുഴുവൻ സ്വർണവും അന്വേഷണ സംഘം കണ്ടെത്തി. ഇടപാടുകാർ പണയം വെച്ച് 44 പാക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന 2.66 കിലോ സ്വർണമാണ് തട്ടിയെടുത്തത്. ഇത് മുഴുവൻ തിരിച്ചുപിടിച്ചത് അന്വേഷണ സംഘത്തിന് വലിയ ആശ്വാസമായി. ഈ സ്വർണം വിവിധ ബാങ്കുകളിൽ ബന്ധുക്കളുടെ പേരിൽ പണയം വെച്ച് ആ പണവുമായാണ് കേസെടുത്തതിന് പിന്നാലെ രതീശനും സംഘവും ബംഗളൂരുവിലേക്ക് മുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് പുറമെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സാഹോദര്യവും മതമൈത്രിയുടെ സന്ദേശവും വിളിച്ചോതുന്നതായി. മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. പ്രൗഢമായ ചടങ്ങിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു നല്ല ഒരു മാതൃകയാണ്. നമ്മളെല്ലാവരും എല്ലാ മതങ്ങളും ഉണ്ടാകുന്ന ആഘോഷങ്ങൾ, അത് ക്രിസ്മസ് ആയിക്കോട്ടെ, എല്ലാ ന്യൂ ഇയർ ആയിക്കോട്ടെ, എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷം ഒരു നല്ല ഒരു സന്ദേശമാണ് എനിക്ക് കൊടുക്കുന്നത്. പങ്കെടുത്തതിലും പിന്നെ ഇവിടെ വിളിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാസർഗോഡ് ടൗൺ മുബാറക് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ റസാഖ് അബ്രാരി പത്തനംതിട്ട ആത്മീയ സന്ദേശം നൽകി. മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും സ്നേഹത്തോടെ, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു മതേതരത്വത്തിൻ്റെ അത്രമേൽ മാധുര്യമുള്ളൊരു നാടാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. പലപ്പോഴും പല മേഖലകളിലും നമ്മളെ ആ സ്നേഹത്തിനും ആ താല്പര്യങ്ങൾക്കുമൊക്കെ പലരും വേലിക്കെട്ടുകൾ തീർക്കുകയും അടുക്കാൻ പറ്റാത്തൊരു അന്തരം മനസ്സുകളിൽ വളരെ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ അത്രമേൽ പ്രാധാന്യം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രസ് ക്ലബ് സെക്രട്ടറി സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് പ്രദീപ് നാരായണൻ സ്വാഗതവും ട്രഷറർ സുരേന്ദ്രൻ മടിക്കൈ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ഇഫ്താർ വിരുന്നിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും മനോഹര വേദിയായി പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭക്തിയുടെ മാത്രമല്ല കലകളുടെയും സംഗമഭൂമിയാകുകയാണ് മധൂർ ക്ഷേത്രം. ഉത്സവത്തിന്റെ ഭാഗമായൊരുക്കിയ വിവിധ വേദികളിൽ ഇടവേളകളില്ലാതെയാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. തുളുനാടിന്റെ പൈതൃകവും സംസ്കൃതിയും വിളിച്ചോതുന്ന കലാവിരുന്നുകൾ ഭക്തരിൽ ഗൃഹാതുരതയുണർത്തുന്നു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവാ ഉത്സവവും നാടിനെ ഭക്തിസാന്ദ്രമാക്കി പുരോഗമിക്കുമ്പോൾ വിവിധ കലാസാംസ്കാരിക പരിപാടികളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്ര പരിസരത്ത് സജ്ജീകരിച്ച 4 വേദികളിലായാണ് കലാസാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. ഉത്സവത്തിൻ്റെ 2ാം ദിനമായ വെള്ളിയാഴ്ച പ്രധാന വേദിയിൽ നടന്ന സാക്സോഫോൺ അവതരണം ഭക്തർക്ക് നവ്യാനുഭവമായി. ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരുക്കിയ വേദിയിൽ അഖണ്ഡഭജന സംഗീതോത്സവമാണ് നടന്നത്. നിരവധി ടീമുകളാണ് മണിക്കൂറുകളിലായി നടന്ന അഖണ്ഡഭജനയിൽ ഭജന അവതരിപ്പിച്ചത്. 2ാം ദിനം രാവിലെയുള്ള വൈദിക ചടങ്ങുകൾ അരണിയിൽ അഗ്നിമദനം, സഞ്ജീവനി മഹാമൃത്യുഞ്ജയ യാഗം, ധാരാന്ത ബിംബശുദ്ധി പ്രക്രിയ, സാമാന്യ പ്രായശ്ചിത്ത ഹോമം, സാമാന്യ ശാന്തി ഹോമം എന്നിവയായിരുന്നു. കർണാടകയിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മധൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിൽ 39 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിൽ നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധത്തിൽ.
100ഓളം കുട്ടികൾ പഠിക്കുന്ന പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിന്റെ ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന 39 വർഷത്തോളം പഴക്കമുള്ള അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധത്തിൽ. കെട്ടിടം പൊളിച്ചുമാറ്റാൻ വേണ്ടി നിരന്തരം പഞ്ചായത്ത് അധികൃതർക്കും ബന്ധപ്പെട്ടവർക്കും നിവേദനം സമർപ്പിച്ചുവെങ്കിലും യാതൊരുവിധ അനുകൂല നിലപാടും അധികൃതർ സ്വീകരിച്ചില്ല. ഈ കാരണത്താൽ മഴക്കാലമായാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പോലും രക്ഷിതാക്കൾ മടിക്കുകയാണ്. നടപടിയുണ്ടാവാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് നാട്ടുകാർ. നമുക്ക് ഉള്ളത് ചെറിയൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം കളിക്കുന്നത് ഈ ബിൽഡിങ്ങിന് സമീപമാണ് കളിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് പേടിയോട് കൂടിയിട്ടാണ് അധ്യാപകരും രക്ഷിതാക്കളും നമ്മളെ കുട്ടികളെ ഇവിടെ സംരക്ഷിക്കുന്നത്. ഇതിന് സമീപത്ത് വന്ന് കളിച്ചാൽ എന്തെങ്കിലും മണ്ണിടിഞ്ഞിട്ടോ ബിൽഡിംഗ് ഇടിഞ്ഞിട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടമാകുമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം പേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. അപ്പോൾ ഒരു പ്രതികരണവും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ബാക്കിയുള്ള അധികൃതരുടെ ഭാഗത്തുനിന്നോ എന്ത് പറഞ്ഞാലും ഉണ്ടാകുന്നില്ല. മന്ത്രിക്ക് വരെ നമ്മൾ പരാതി കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തി, പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ട്. അവരുടെ വരുന്ന സമയത്ത് അവർക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ശോചനീയാവസ്ഥ ഒരുപാട് തവണ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിന്. എത്രയോ വർഷമായി ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ മഴക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ സമീപിക്കുന്നത്. എന്ത് പറഞ്ഞാലും പഞ്ചായത്തിൻ്റെയും അധികൃതരുടെ ഭാഗത്തുനിന്നും നല്ലൊരു ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വലിയൊരു അപകടം നമുക്ക് അതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സുരക്ഷിത തീരം സമൃദ്ധ രാജ്യമെന്ന സന്ദേശവുമായി കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിച്ച കോസ്റ്റൽ സൈക്ലത്തോണിന് തൃക്കരിപ്പൂർ മേഖലയിൽ വരവേൽപ്പ്. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ വിവിധ സേനകളുടെയും സൈക്ലിംഗ് സംഘടനകളുടെയും പോളിടെക്നിക് അധികൃതരുടെയും അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലും സ്വീകരണം നൽകി. മാർച്ച് 7-ന് ഗുജറാത്തിലെ ലഖ്പത് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച യാത്ര വ്യാഴാഴ്ച മംഗളൂരു വഴി കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ച് വൈകുന്നേരത്തോടെ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു. 14 വനിതകൾ ഉൾപ്പെടുന്ന മറ്റൊരു സംഘം പശ്ചിമ ബംഗാളിലെ ബക്കാലിയിൽ നിന്നാണ് സൈക്കിളിൽ പുറപ്പെട്ടിട്ടുള്ളത്. 6553 കിലോമീറ്റർ തീരദേശമാണ് ഇരു ടീമുകളും 25 ദിവസം കൊണ്ട് പിന്നിടുന്ന ദൂരം. നിശ്ചിത സമയത്തിനും 1 മണിക്കൂർ മുൻപാണ് യാത്രാസംഘം തൃക്കരിപ്പൂരിൽ എത്തിച്ചേർന്നത്. ടീം ലീഡർ സായി നായിക്കിന്റെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമാണ് കൊച്ചിയിലേക്ക് യാത്ര തുടരുന്നത്. വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച് തിരൂർ വഴി 29-ന് കൊച്ചിയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. തുടർന്ന് വിവിധ തീരപ്രദേശങ്ങൾ സഞ്ചരിച്ച് ആലപ്പുഴ വഴി കൊല്ലത്തും തുടർന്ന് കന്യാകുമാരിയിലും എത്തുന്ന തരത്തിലാണ് ക്രമീകരണം. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ, ചന്ദേര പോലീസ്, തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അധികൃതർ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് ഭാരവാഹികൾ ഉൾപ്പെടെ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ സ്വീകരണമൊരുക്കി. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി, സീനിയർ സൂപ്രണ്ട് IP സൈനുദ്ദീൻ, തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ KV പ്രഭാകരൻ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം, ഭാരവാഹികളായ മുഹമ്മദ് അലി കുനിമൽ, അബ്ദുല്ലക്കുട്ടി റോയൽ ഡെക്കർ, മുസ്തഫ മാത്തണ്ടൻ, റഹാൻ കാങ്കോൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്ലത്തോൺ സംഘത്തിന് വരവേൽപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭരണി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവം കൊടിയേറ്റം ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. വടക്കേ മലബാറിലെ അരയ സമുദായത്തിന്റെ പ്രസിദ്ധ ക്ഷേത്രമായ കാസർഗോഡ് കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ 5 മണിക്ക് കൊടിയേറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് രാവിലെ 7 മണി മുതൽ വിവിധ പൂജകൾ നടന്നു. ഉച്ചില്ലം പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഭരണി മഹോത്സവം വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടെ ഏപ്രിൽ 1-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ പങ്കാളികളാക്കുമെന്ന് മസ്ജിദ് അങ്കണത്തിൽ പ്രതിജ്ഞ ചൊല്ലി പരിശുദ്ധ റമളാനിലെ സമൂഹ നോമ്പുതുറ. ഉദിനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് തുടക്കമിട്ടത്. ആവാഷ് മസ്ജിദ് നിർമ്മിച്ച ശേഷം കഴിഞ്ഞ 30 വർഷത്തോളമായി മുടങ്ങാതെ ഇഫ്താർ സംഗമം നടത്തിവരുന്ന കമ്മിറ്റി പുതിയ തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിനാണ് തുടക്കമിട്ടത്. ഉദിനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് അങ്കണത്തിൽ പള്ളി ഖത്തീബ് അബ്ദുൽ കരീം കാക്കടവ് ലഹരിക്കെതിരെ സന്ദേശം നൽകി. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PV അനിൽകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C. കുഞ്ഞികൃഷ്ണൻ, ഉദനൂർ ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ N. മൊയ്തു, AG ഖമറുദ്ദീൻ, റസാഖ് പുഴക്കര, MK മുനീർ, M. സുലൈമാൻ, KN വാസുദേവൻ നായർ, A. ഗോപാലൻ, KV സെയ്ഫാൻ, സജിത് സുധാകരൻ, M. സിനാൻ, നങ്ങാരത്ത് അഷ്റഫ്, KV ജതീന്ദ്രൻ, M. സമീർ, റഫീഖ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. സമൂഹത്തിലെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് പേർ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിലും നോമ്പുതുറയിലും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഉപ്പള റേഞ്ച് കമ്മിറ്റി റേഞ്ച് പരിധിയിലെ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് പെരുന്നാൾ സ്നേഹ സമ്മാനം വിതരണം ചെയ്തു. ഇതോടൊപ്പം പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഉപ്പള റേഞ്ച് കമ്മിറ്റി റേഞ്ച് പരിധിയിലെ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് പെരുന്നാൾ സ്നേഹ സമ്മാന വിതരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. സിറാജുദ്ദീൻ ഫൈസി ചേരാൽ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ പള്ളം അധ്യക്ഷത വഹിച്ചു. മുഫത്തിഷ് അബ്ദുൽ ഖാദർ ഫൈസി പള്ളങ്കോട് പ്രാർത്ഥന നടത്തി. ജമിയത്തുൽ മുഅല്ലിമീൻ ഉപ്പള റേഞ്ച് പ്രസിഡന്റ് ഇസ്മായിൽ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. മജീദ് ദാരിമി പൈവളികെ, മുദരീവ് അബ്ദുൽ സലാം മുസ്ലിയാർ, MK അലി മാസ്റ്റർ, ലത്തീഫ് അറബി, അബ്ദുറഹ്മാൻ ഹാജി കടമ്പാർ, മുഹമ്മദ് തുരുത്തി, മുഹമ്മദ് ഉപ്പള ഗേറ്റ്, നൌസീഫ് മൗലവി, ഇബ്രാഹിം ഹനീഫി, മുഹമ്മദ് ഫൈസി കജ, മോണു കഞ്ചില, കാലിക്കറ്റ് മുഹമ്മദ് ഹാജി, ഹസൈനർ ഹാജി മള്ളങ്കൈ, അബ്ദുൽ റസാഖ് മുസ്ലിയാർ മണ്ണങ്കുഴി, ഇബ്രാഹിം ഹാജി നാഗപ്പാട്, അലി പത്വാലി, അലി പൈവളികെ, മുഹമ്മദ് സോങ്കാൽ, സലീം ബുറാജ് സ്ട്രീറ്റ്, ജനറൽ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ പത്വാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരുമയുടെയും മാനവ സ്നേഹത്തിൻ്റെയും സന്ദേശമുയർത്തി കുഞ്ചത്തൂർ ന്യൂ സ്റ്റാർ ക്ലബിൻ്റെ ഇഫ്താർ സംഗമം. റമദാൻ മാസത്തിലെ വിശേഷ ഓർമ്മകളിലൊന്നായി മാറിയ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതിരുകൾ മറികടന്നു മനുഷ്യർ തമ്മിലുള്ള ഐക്യം പ്രചരിപ്പിക്കുവാനുള്ള മികച്ച വേദിയായി ഈ സംഗമം മാറി. കുഞ്ചത്തൂർ ന്യൂ സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ അതിവിപുലമായ രീതിയിൽ ഇഫ്താർ സംഗമം നടത്തി. റമദാൻ മാസത്തിലെ വിശേഷ ഓർമ്മകളിലൊന്നായി മാറിയ സംഗമത്തിൽ ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് ന്യൂ സ്റ്റാർ ക്ലബ് മനോഹരമായ രീതിയിൽ ഇഫ്താർ സംഗമം ഒരുക്കിയത്. മതത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിരുകൾ മറികടന്ന് ആളുകൾ തമ്മിൽ ഐക്യം പ്രചരിപ്പിക്കാൻ ഈ പരിപാടി മികച്ച വേദിയായി മാറി. മാതൃകാപരമായ രീതിയിലായിരുന്നു ഭക്ഷണ വിതരണമടക്കം നടന്നത്. സംഘാടനം കൊണ്ട് ശ്രദ്ധേയമായ ഈ ഇഫ്താർ സംഗമം നാട്ടുകാർക്ക് മികച്ച അനുഭവമായി മാറി. ക്ലബ് പ്രസിഡന്റ് സലീം സന, ഫയാസ്, ഷറഫുദ്ദീൻ, നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ശുചിത്വ മിഷൻ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിൽ ശുചിത്വം കുഞ്ഞു കൈകളിലൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ശംസുദ്ദീൻ തെക്കിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മാനവ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും നിറവിൽ വിവിധ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ പങ്കാളികളായി. കിംസ് MD ഡോക്ടർ പ്രസാദ് മേനോൻ, ഡോക്ടർ ഉഷ മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ റമദാൻ 1 മുതൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും വഴിയാത്രക്കാർക്കും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇഫ്താർ സംഗമം ഡോക്ടർ അവിനാഷ് കാക്കുഞ്ച ഉദ്ഘാടനം ചെയ്തു.
വിവിധ മതവിശ്വാസികൾ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നത് പരസ്പര സൗഹൃദവും സാഹോദര്യവും വളർത്താൻ സഹായിക്കുന്നുവെന്നും എല്ലാവരും സ്നേഹം പങ്കുവച്ച് ജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ സുരേഷ്, നവാസ്, ഷിഫാർ, അഖിൽ, ഷാദിയ, ആനന്ദ്, മാധ്യമപ്രവർത്തകരായ അബ്ദുൾ മുജീബ്, വിനയ് കുമാർ, ഗണേഷ്, പൊതുപ്രവർത്തകരായ ഹസൻ ഇച്ചിലിങ്കാൽ, ഷൈൻ തളങ്കര, അമീർ ഏരിയാൽ, മുനീർ ചെമ്മനാട്, ബിനോയ് തോമസ്, ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അൻവർ മാങ്ങാടൻ സ്വാഗതവും സിദ്ദീഖ് ചേരങ്കൈ നന്ദിയും പറഞ്ഞു. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിലെ മറ്റേത് ഹോസ്പിറ്റൽ എടുത്തു നോക്കിയാലും ഒരു സ്ഥാപനത്തിലും ഇത്രയും ഓപ്പണായിട്ട് എല്ലാ പൊതുജനങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് സമൂഹമായ രീതിയിലുള്ള നോമ്പുതറ ഉണ്ടാക്കിയിട്ടില്ല. ഇത് കിംസിൽ മാത്രമായിട്ടാണ് ഇങ്ങനൊരു സമൂഹ നോമ്പുതറ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരെന്ന നിലയിൽ, പ്രത്യേകിച്ച് മുസ്ലിം എന്ന നിലയിലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ പല സ്ഥാപനങ്ങൾക്കും വലിയൊരു മഹത്തരമായൊരു മാതൃകയായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളൊരു നോമ്പുതുറ സംഘടിപ്പിക്കുന്ന ഒരു ആശയമായിട്ട് മുന്നോട്ട് പോയിരുന്നു പ്രസാദ് മേനോൻ സാറിൻ്റെ അടുത്ത്. പക്ഷേ അവർ റംസാൻ 1 മുതൽ 30 വരെയുള്ള സമൂഹ നോമ്പുതുറ നമുക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റുകയായിരുന്നു. അത് വലിയൊരു വിജയമായി, വലിയൊരു ജനപങ്കാളിത്തമുണ്ടായി. അതിലുപരി ദാഹിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ഭക്ഷണവും വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം. അത് കിംസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതിൽ വളരെ അധികം സന്തോഷമുണ്ട്. റമദാൻ മാസത്തിൽ കിംസ് ആശുപത്രിയിൽ ഒരുക്കിയ ഇഫ്താർ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളെ ഒരുമിപ്പിക്കുന്നതിനും സൗഹൃദം പങ്കുവയ്ക്കുന്നതിനും സഹായകമായി. ഇത്തരം സൗഹൃദ സംഗമങ്ങൾ സമൂഹത്തിൽ സ്നേഹവും ഐക്യവും വളർത്താൻ സഹായിക്കുമെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടക്കൻ മലബാറിലെ പ്രമുഖമായ തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് 8 ദിവസം നീളുന്ന ഉത്സവത്തിന് കൊടിയേറ്റി. കരിവീരന്റെ സാന്നിധ്യത്തിലാണ് ചക്രപാണി ക്ഷേത്ര ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിലെത്തിയ 100 കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. തായമ്പക, ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, തിടമ്പ് നൃത്തം എന്നിവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. കൊടിയേറ്റത്തിനു ശേഷം ബുധനാഴ്ച രാത്രി ഫ്യൂഷൻ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാർച്ച് 28 രാത്രി 8 അന്നൂർ കലാമണ്ഡപം അവതരിപ്പിക്കുന്ന കൃഷ്ണാമൃതം നൃത്താർച്ചന അരങ്ങേറും. മാർച്ച് 29 ശനിയാഴ്ച രാവിലെ ഉത്സവ ബലി നടക്കും. രാത്രി 8 മണിക്ക് കോഴിക്കോട് രംഗഭാഷയുടെ നാടകം മിഠായി തെരുവ് അരങ്ങിലെത്തും. മാർച്ച് 30 മെഗാഹിറ്റ് ഗാനമേള നടക്കും. മാർച്ച് 31 വൈകുന്നേരം 3 പുലിയന്നൂർ പടിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ച വരവ്. രാത്രി 8 മണിക്ക് ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 12 മണിക്ക് ആറാട്ട് സദ്യയോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആരോഗ്യം, പാർപ്പിടം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പരിഗണന നൽകിക്കൊണ്ടുള്ള മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പൊതുജനങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമൂഹ്യവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ള ബജറ്റായിരുന്നു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ് PK അവതരിപ്പിച്ചത്. ബ്ലോക്ക് പരിധിയിലെ ആരോഗ്യ കേന്ദ്രങ്ങളായ മംഗൽപാടി താലൂക്ക് ആശുപത്രി, മഞ്ചേശ്വരം CHC എന്നീ ആശുപത്രികളിൽ മരുന്ന് ലഭ്യമാക്കുവാനും മറ്റും 2 കോടി രൂപ വകയിരുത്തിയതാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം. PM ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.40 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭവന പഠനമുറി നിർമ്മാണത്തിനും 1.76 ലക്ഷം രൂപ വകയിരുത്തി. നിരത്തുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 90 ലക്ഷം രൂപ വകയിരുത്തി. നെൽകൃഷി വികസനം 32 ലക്ഷം, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി ഇനത്തിൽ 20 ലക്ഷം, പാടശേഖര സമിതിക്ക് അരിമില്ല് അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങൽ 10 ലക്ഷം, മുളവിത്ത് 5 ലക്ഷം, പച്ചക്കറി കൃഷി 2 ലക്ഷം, നേന്ത്രവാഴ കൃഷി 1 ലക്ഷം എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 46 ലക്ഷവും, ഭിന്നശേഷി സ്കോളർഷിപ്പിന് 30 ലക്ഷം, വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിന് 40 ലക്ഷം, കുടിവെള്ള പദ്ധതികൾക്ക് 51 ലക്ഷം, റോഡ് വികസനത്തിന് 4.3 കോടിയും ഡ്രെയിനേജ് നിർമ്മാണത്തിന് 51.25 ലക്ഷം തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്.
പ്രസിഡന്റ് ഷമീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷംസീന, അബ്ദുൽ ഹമീദ്, സരോജ ബല്ലാൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുണ്ട്യത്തടുക്ക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിലെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മാനവ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകിയ പരിപാടിയിൽ വിവിധ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ പങ്കാളികളായി. ശുചിത്വ മിഷൻ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ശുചിത്വം കുഞ്ഞു കൈകളിലൂടെ എന്ന പരിപാടി ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കിൽ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം എന്ന ആശയം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുകയാണ്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിന്റെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നല്ല വീട് നല്ല നാട് ചേലോടെ ചെമ്മനാട് എന്ന പേരിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒരുപാട് പേരുടെ അധ്വാനം, അതിന്റെ ഫലമായി വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ ഇന്ന് ആരും പറയാതെ തന്നെ അമ്മമാർ, സഹോദരിമാർ അതെടുത്തു വെച്ചുകൊണ്ട് ഹരിത കർമ്മസേന വരുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെട്ടു വരികയാണ്. സ്കൂൾ വികസന സമിതി ചെയർമാൻ AV ബാലൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ H കൃഷ്ണ ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു. വികസന സമിതി കൺവീനർ മുഹമ്മദ് കുഞ്ഞിക്കുതിർ, PTA പ്രസിഡന്റ് സതീശൻ M, SMC ചെയർമാൻ രാഘവൻ, റിഫാസ്, മുരളീധരൻ, സബിത, അശ്വിനി, ശുചിത്വ പ്രവർത്തകൻ ഹക്കീം പെരുമ്പള എന്നിവർ സംസാരിച്ചു. പരിപാടിയെ തുടർന്ന് കുട്ടികൾ പരിസരത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു പരിസരം വൃത്തിയാക്കി. അധ്യാപകരായ ഡോക്ടർ ഹമീദ്, അമ്പിളി, ദേവു, പ്രസന്ന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ M സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് അനസ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പർപ്പിൾ കൗ ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 28 ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പ്രദർശനത്തിൽ 65 ചിത്രങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. 20 വയസ്സ് മുതൽ 75 വയസ്സുവരെയുള്ള ചിത്രകാരന്മാരും ചിത്രകാരികളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പർപ്പിൾ കൗ ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 28 ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പ്രദർശനത്തിൽ 65 ചിത്രങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. പർപ്പിൾ കൗ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ക്രാഫ്റ്റ് വിദഗ്ധ ബിന്ദു പയ്യന്നൂർ നിർവഹിച്ചു. സ്വന്തം തൊഴിലിടത്തിൽ നിന്നുകൊണ്ട് കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ, പഠിത്തത്തിൻ്റെ കൂടെ കലയെ കൊണ്ടുപോകുന്നവർ, കല തപസ്യയായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്നവർ, ഇവരെല്ലാവരും ആദരണീയരാണ്. ഇപ്പോൾ ഈ പർപ്പിൾ കൗ എന്ന ഈ ചിത്രങ്ങളുടെ ഒരിടം സംഘടിപ്പിച്ച ഇതിൻ്റെ ക്യൂറേറ്റർ അരവിന്ദൻ മാഷ് തന്നെ പോലെ തന്നെ തൻ്റെ കൂടെയുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരിടം കണ്ടെത്തുക എന്നത് വളരെ മഹനീയമായ ഒരു കാര്യമാണ്. അധ്യാപകനും എഴുത്തുകാരനുമായ സുകുമാരൻ പെരിയച്ചൂർ ചിത്രങ്ങളുടെ വിൽപ്പന ബിന്ദുവിന് നൽകി നിർവഹിച്ചു. യുവകവി ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചിത്രകാരന്മാരായ ആകാശ് MM വടകര, അശോകൻ ചെറുവത്തൂർ, ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത്, ചിത്ര അനിരുദ്ധൻ, ദീപ്തി തലശ്ശേരി, ഗോപിക തൃശൂർ, ലത ബാലകൃഷ്ണൻ, മഹേഷ് ഏഴിലോട്, നിരഞ്ജന പ്രദീപ്, പ്രമോദ്, പ്രിയ കരുണൻ, രഘുനാഥ് വെൺമണി, രാഹുൽ മലപ്പുറം, രാജൻ മാടായി, സാന്ദ്ര അരവിന്ദ്, സന്തോഷ് പള്ളിക്കര, സരസ്വതി ധർമ്മടം, ശരത് കരിച്ചേരി, സിമി K കൃഷ്ണൻ, സൗമ്യ ബാബു, ശ്രീഷ അരവിന്ദ്, ശ്രീജിന ജഗദീഷ്, ശ്വേത കൊട്ടോടി, വിജി രാജൻ, വിനോദ് പയ്യന്നൂർ, വിനീത കാഞ്ഞങ്ങാട് തുടങ്ങിയവരുടെ വ്യത്യസ്ത ശൈലിയിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരവിന്ദാക്ഷൻ സദ്ഗമയ അധ്യക്ഷത വഹിച്ചു. സിമി കൃഷ്ണൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SFI കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. SFI സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് P ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SFI കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
വർത്തമാന കാലഘട്ടത്തിൽ നാം നയിക്കുകയാണ്. വളരെ പറയാം, എന്തിനാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? എന്നാൽ നല്ല രാഷ്ട്രീയ ധാരണയോടുകൂടി സംഘടനാ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ ഉണ്ടാകുന്നത്. എന്താണ് നാം പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാതെ ഒരാൾക്കും ആകാൻ പറ്റില്ല. ജില്ലാ സെക്രട്ടറി കെ പ്രണവ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അലൻ ജോർജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഋഷിത സി പവിത്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വൈഷ്ണവ്, അനുരാഗ് തൃക്കരിപ്പൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇമ്മാനുവൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനുരാഗ്, റോഷൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ വി പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് അതിരത് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലൈലത്തുൽ ഖദർ രാവും അവസാന വെള്ളിയും ഒരുമിച്ചെത്തിയതിന്റെ പുണ്യം നുകർന്ന് വിശ്വാസികൾ. പള്ളികൾ ഭക്തിസാന്ദ്രം. കാറടുക്ക സഹകരണ സംഘം തട്ടിപ്പ് കേസ്. സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ കൂടി അറസ്റ്റിൽ. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഭക്തിയുടെ മാത്രമല്ല കലകളുടെയും സംഗമഭൂമിയായി മധൂർ ക്ഷേത്രം. ഉത്സവത്തിന്റെ ഭാഗമായൊരുക്കിയ വിവിധ വേദികളിൽ ഇടവേളകളില്ലാതെ കലാപരിപാടികൾ. പെരുമ്പള LP സ്കൂളിൽ വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധത്തിൽ. കോസ്റ്റൽ സൈക്ലത്തോൺ തൃക്കരിപ്പൂർ മേഖലയിൽ. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ ഉജ്ജ്വല വരവേൽപ്പ്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.